എഴുതി കൊണ്ടുവന്നായിരുന്നു. പിന്നീട് ഞങ്ങൾ ഡി ടി തുടങ്ങാം അല്ലേ? ചോറോട് തീരദേശ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന മുട്ടങ്ങൽ സൗത്ത് യു പി സ്കൂളിൻ്റെ ഏറെക്കാലത്തെ ആഗ്രഹം പൂവണിയുന്ന 2 ദിവസത്തെ സഹവാസ ക്യാമ്പ് നമ്മൾ ഒരുക്കിയിരിക്കുകയാണ്. വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം 158 വർഷത്തെ പാരമ്പര്യമാണുള്ളത്. സാധാരണക്കാരായ രക്ഷിതാക്കളുടെ മക്കളാണ് ഏറെയും പഠിച്ചു വരുന്നത്. തീരദേശ മേഖലയിലുള്ള ധാരാളം കുട്ടികൾ കൂടെ ഉൾപ്പെടുന്ന 300ഓളം വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട വിദ്യാലയമാണ് മുട്ടങ്ങൽ സൗത്ത് യു പി സ്കൂൾ. എന്നും ഏറെ പ്രവർത്തനങ്ങളുമായി മികച്ച വിജയം കൈവരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് സന്തോഷം അറിയിക്കുകയാണ്. ഈ ഒരു സഹവാസ ക്യാമ്പിൽ ഉദ്ദേശിക്കുന്നത് 6-7 ക്ലാസ്സിലെ കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ക്യാമ്പ് ഇപ്പോൾ സംഘടിപ്പിക്കുന്നത്. വരുന്ന ദിവസങ്ങളിലായി 1 മുതൽ 5 വരെയുള്ള കുട്ടികൾക്ക് ഒരു വൺ ഡേ ശില്പശാലയായ വൺ ഡേ ക്യാമ്പായിട്ടാണ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് ഒരു ദിവസം രാവിലെ തുടങ്ങി രാത്രി കുട്ടികളെ വീടുകളിലേക്ക് അയക്കുന്ന തരത്തിലാണ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഈ ഒരു ക്യാമ്പിൽ 10 മൊഡ്യൂളുകളാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നാളെ രാവിലെ 9 മണിക്ക് കുട്ടികൾ വിദ്യാലയത്തിലെത്തി 9:30യോടുകൂടി ആദ്യ സെഷനായ ഭാഷാ കളരി, അതിൻ്റെ ഏറ്റവും മികച്ച ഒരു പ്രഗത്ഭരായ സാഹിത്യകാരനെ തന്നെ ലഭിച്ചു എന്നൊരു സന്തോഷമാണ്. ബിജു കാവിലാണ് ആ ഒരു സെഷൻ കൈകാര്യം ചെയ്യുന്നത്. അതിനുശേഷം അടുത്ത സെഷനായിട്ട് സനീഷ് വടകര സാറിൻ്റെ മാജിക് ഷോ, അത് കഴിഞ്ഞ് ഉച്ചഭക്ഷണത്തോടുകൂടി കുട്ടികളൊന്ന് ഫ്രീ ആവുന്നു. അടുത്ത ഒരു നാടകക്കളരി, അതോടൊപ്പം തന്നെ നാടകക്കളരിയിൽ ഉൾപ്പെടാത്ത കുട്ടികളെ ഒരു ഫീൽഡ് ട്രിപ്പ്, അടുത്തുള്ള നമ്മളെ വടകര സിദ്ധാശ്രമത്തിലെ പച്ചമരുന്നുകളും അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മക്കളിൽ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ആ ഒരു ഫീൽഡ് ട്രിപ്പും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം വൈകുന്നേരത്തോടുകൂടി ഒരു 6 മണിക്ക് നമ്മുടെ ഒരു ഏറെ എല്ലാവരും ആസ്വാദ്യകരമായ നാടൻ പാട്ട് കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം ക്യാമ്പ് ഫയറും ഉൾപ്പെടുത്തി ശനിയാഴ്ച 10-ാം തീയതിത്തെ പരിപാടി അവസാനിക്കുന്നു. പിന്നെ ഞായറാഴ്ച രാവിലെ 6 മണിക്ക് സൂംബ ഡാൻസോടുകൂടി കുട്ടികളുടെ എക്സസൈസ് തുടങ്ങി പരിശീലനം തുടങ്ങുന്നു. അതിനുശേഷം പ്രവൃത്തി പരിചയമേള, അതായത് പ്രവൃത്തി പരിചയ ശില്പശാല എന്ന് പറഞ്ഞാൽ 4 ഇനങ്ങളിൽ കുട്ടികൾക്ക് ഏറെ പ്രയോജനപ്രദമാകുന്ന കുടനിർമ്മാണം, അതുപോലെ തന്നെ പേപ്പർ ക്രാഫ്റ്റ്, ഒറിഗാമി, അതുപോലെ തന്നെ വെജിറ്റബിൾ പ്രിന്റിങ്, ഇങ്ങനെ 4 ഇനങ്ങളിലുള്ള ഒരു പ്രവൃത്തി പരിചയ ശില്പശാലയാണ് ആ സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ മക്കളിൽ ഏറെ സ്വാധീനിക്കപ്പെടുന്ന ധാരാളം കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മോട്ടിവേഷൻ ക്ലാസ് നമ്മുടെ വടകര BPC മനോജ് സാറും അതുപോലെ തന്നെ മുൻ BPCയും നമ്മുടെ വിദ്യാലയത്തിലെ അധ്യാപകനൊക്കെ ആയിരുന്ന രാജേന്ദ്രൻ TH എന്നിവരുടെ നേതൃത്വത്തിലുള്ള മോട്ടിവേഷൻ ക്ലാസ് ഉൾപ്പെടെയുള്ള 10 സെഷനുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിനുശേഷം ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷം കുട്ടികളെ വീടുകളിലേക്ക് അയക്കുന്ന രീതിയിലാണ് പ്രവർത്തനങ്ങൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഏറ്റവും അഭിനന്ദനം തോന്നുന്ന അല്ലെങ്കിൽ സന്തോഷകരമായ മുഹൂർത്തം എന്ന് പറയുന്നത് വിദ്യാലയത്തിൻ്റെ PTA പ്രസിഡന്റ് നമ്മുടെ ഇക്ബാൽ നമ്മളോടൊപ്പം ഉണ്ട്. ഇക്ബാൽ കെയുടെ ഒരു നേതൃത്വവും അതോടൊപ്പം തന്നെ മദർ PTA, അതോടൊപ്പം സ്കൂളിൻ്റെ സപ്പോർട്ടിംഗ് ഗ്രൂപ്പായ SSG അംഗങ്ങൾ, ഞങ്ങളോടേറെ സഹകരിച്ചു വരുന്ന സഹൃദയ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, ജനശക്തി വായനശാല, സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റ്, സ്പാർക്ക് ചാരിറ്റബിൾ ട്രസ്റ്റ്, ഇത്തരത്തിലുള്ള അംഗങ്ങളൊക്കെ വിദ്യാലയത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും കൂടെയുണ്ട് എന്നതും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ്, സന്തോഷമാണ്. ഏതായാലും ഈ പ്രവർത്തനങ്ങൾ എല്ലാവരുടെയും നേതൃത്വത്തിൽ, മാനേജർ DH വിദ്യാരാഘവൻ സാർ ഉൾപ്പെടെ എല്ലാവരുടെയും നേതൃത്വത്തിൽ നാളെ നടത്താനിരിക്കുകയാണ്. 3 വാർഡ് മെമ്പർമാരൊക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അതിനായിട്ടൊരു സമയം നമ്മുടെ ഷെഡ്യൂളിലില്ല. 10 ഇനങ്ങളും ടൈറ്റ് ഷെഡ്യൂളാണ്. മക്കൾക്ക് എന്താണ് ഭയങ്കര ബിസി ആയിട്ട് തോന്നുന്നൊരു പരിപാടി. മൂല്യാധിഷ്ഠിതമായ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. തീരദേശ മക്കൾക്ക് ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ കിട്ടുക എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികളെയും പങ്കുവെച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ക്യാമ്പ് നടത്തുക എന്നുള്ളതാണ് ഇവിടെ. സർ പറഞ്ഞതുപോലെ തന്നെ മുഴുവൻ കുട്ടികളെയും പരിഗണിച്ചിട്ടുണ്ട്. 300ഓളം കുട്ടികൾ ഇതിൽ ഗുണഭോക്താവായിട്ട് വരുന്നുണ്ട്. മാത്രമല്ല ഇത് അതർ ഏജൻസീസ് ഉണ്ടല്ലോ, ഞാൻ പേര് പറയുന്നില്ല, വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചിരിക്കുന്നത്, അവരൊക്കെ 4000-5000 രൂപയൊക്കെയാണ് ഇതിൻ്റെ ക്യാമ്പിന് വാങ്ങിക്കുന്നത്.
നമ്മൾ തികച്ചും ഫ്രീ ആയിട്ട് അക്കോമഡേഷൻ വിത്ത് ഫുഡോട് കൂടി കൊടുക്കുകയാണ്. അത്തരം പൊതുവിദ്യാലയത്തിൽ തന്നെയാണ് മികവിൻ്റെ കേന്ദ്രങ്ങൾ പൊതുവിദ്യാലയങ്ങളാണ്. അത് പൊതുവിദ്യാലയങ്ങളിലെ സാധാരണക്കാരായ രക്ഷിതാക്കളുടെ മക്കൾക്ക് കൂടി കിട്ടുക എന്നുള്ള കൃത്യമായ ഒരു അജണ്ട സ്കൂളിൻ്റെയും PTA ഭാഗത്തുനിന്ന് ഇതിലുണ്ട്. ഞങ്ങൾ 300 അടുത്ത് KG ഉൾപ്പെടെ 300. പ്രത്യേകം നാട്ടുകാർക്ക് നന്ദി പറയുന്നു.